വെച്ച നമ്മുടെ അമലുകളൊക്കെ പൊളിയാനും അതുപോലെ നിസ്സാരമായ കാര്യങ്ങളും മതി. അള്ളാഹു കാക്കട്ടെ. ഈ അടുത്ത് തന്നെ നമ്മൾ ഒരുപാട് വിവാദമായൊരു വിഷയമാണ് സ്ത്രീകളുടെ എന്താ പറയാ തറാവീഹിന്റെ പള്ളി പ്രവേശനം. നമ്മൾ ഒരുപാട് പറഞ്ഞ് മനസ്സിലാക്കി നമ്മൾ ഉമ്മമാരൊക്കെ പഠിച്ചു വരാം. എങ്കിലും നോക്കിയാൽ 5 വഖത്ത് ഫർള് നമസ്കാരത്തിന് പോവാത്തിടത്ത് എന്തിനാ ഇപ്പൊ ഒരു സുന്നത്തെന്ന് പോലും ചിന്തിക്കാൻ നമ്മുടെ ഉമ്മമാർക്ക് കഴിഞ്ഞില്ല എന്ന് പറയുമ്പോ അതിന്റെ ഏറ്റവും വലിയ അപകടം എവിടെയാണ്? അങ്ങനെയാണെങ്കിൽ ഫർദിനല്ലേ പോകേണ്ടത്, നിങ്ങൾ ജുമയ്ക്ക് നമ്മളെ കൊണ്ടുപോ എന്ന് പറയുന്നൊരു ഘട്ടം. അങ്ങനെയും പറയുന്നുണ്ട്, മുജാഹിദ് പള്ളിയിൽ പോകുന്നുണ്ട്, വേണമെങ്കിൽ നാളെ പോവാം, ഇപ്പോഴേ പാൻറ് നിക്കറൊക്കെ വാങ്ങിച്ചു വെച്ചോളൂ. ഇപ്പൊ അവരെങ്ങനെ പോകുന്നുണ്ട്. അപ്പൊ അത്തരം ഒരു അപകടത്തിലേക്ക് എത്തുക എന്ന് പറഞ്ഞാൽ സ്വർഗത്തിന്റെ റൂട്ടിൽ നിന്നും എങ്ങനെ രാവിലെ ഇബ്ലീസ് ഇങ്ങനെ അവന്റെ കൂട്ടാളികൾ വിളിക്കും, മക്കളെയും മരുമക്കളെയും കൊച്ചുമക്കളെയും ഒക്കെ വിളിച്ചു കൂട്ടും. എന്നിട്ട് ഓരോരുത്തർക്കും ഓരോ ദൗത്യം ഇങ്ങനെ കൊടുത്തു വിടൂത്രേ. കൊടുത്തു വിടുമ്പോ വൈകുന്നേരം ഇബ്ലീസ് ഇങ്ങനെ വരുമ്പോ കണക്ക് ചോദിക്കും. എടാ നീ എന്ത് ചെയ്തരാന്ന് ചോദിക്കും. അപ്പോ രാഘവനാകുന്ന ശൈത്താൻ എണീച്ചെന്ന് പറയും. ആ പേരെങ്ങനെ പറഞ്ഞു കേട്ടോ. എണീച്ചെന്ന് പറയും, ഞാൻ ഇങ്ങനെ പോയപ്പോ അവന് അങ്ങനെ ആക്കി ഇങ്ങനെ ആക്കി ഒക്കെ ആക്കി. ആ ഓക്കെ ഗുഡ്, നീ സൂപ്പർ, കയറിട. അവന് ഗുഡ് സർട്ടിഫിക്കറ്റ് കൊടുക്കുകയാണ്. അടുത്ത വരുമ്പോ പറയും, ഞാൻ ഇന്ന് അവൻ സ്ഥിരം ചെയ്തുകൊണ്ട് തരാം അവര് അമലുണ്ടായി, ഞാൻ ഫസാദാക്കി പൊളിച്ചടിക്ക് കൈ കൊടുത്തു, അൽഹംദുലില്ലാ നീ സൂപ്പർ പോട്ട്. അവസാനം പറയും, ഇന്ന് ആ ഒരു കുടുംബത്തിലെ ഭാര്യയും ഭർത്താവ് ഒരു ഭയങ്കര ഉഷാറാ, സുബൈക്കൊക്കെ പെണ്ണുപിള്ള എണീച്ച ഭർത്താവിനായിട്ട് തോണ്ടും, അവനും കൂടെ എണീറ്റ് നിസ്കരിക്കും, ഒരു പണിയില്ല. ഇന്ന് രണ്ടിനെയും കൂടെ ഞാൻ പിണക്കിയാണ് കിടത്തിയത്, നാളെ എന്തായാലും അവൻ സുബൈസ്കരിക്കാൻ സാധ്യതയില്ല. ഇബ്ലീസ് കൈകൊട്ടിച്ചിരിക്കുകയാണ്. കാരണം എന്താ? അവന് ഏറ്റവും ഇഷ്ടം ബന്ധങ്ങളിൽ വിടവ് സംഭവിക്കലാണ്. പിണക്കത്തിലും വിഭാഗീയതയിലുമാണ് ഇബ്ലീസ് ഏറ്റവും കൂടുതൽ ഇഷ്ടം. അവർക്ക് ഏറ്റവും കൂടുതൽ ഗ്രേഡ് മാർക്ക് കൊടുക്കുകയാണ്. ഇങ്ങനെ ഇബ്ലീസ് ഓരോ ആളുകളും അവസാനം നമ്മളെ പറ്റിക്കാൻ പറ്റാത്ത ആളുകളെ, അങ്ങനെ ഉണ്ടല്ലോ ഞാൻ പറഞ്ഞു, ചില ആളുകളെ നന്നാക്കി കൊടുക്കും. മഹാനായ ഇമാം അബൂ ഹനീഫ റളിയല്ലാഹു തആല അൻഹു തങ്ങളുടെ അടുത്ത് ഒരു മനുഷ്യൻ വന്നിട്ട് പറയാം, തങ്ങൾ എന്റെ സാധനം കാണാനില്ല, എന്താ ചെയ്യേണ്ടത് വെച്ചു. അത് നീ ഒരു കാര്യം ചെയ്യും, പോയിട്ട് 50 റക്അത്ത് സുന്നത്ത് നിസ്കരിക്കുന്നത്. ഈ മനുഷ്യൻ പോയൊരു 4 റക്അത്ത് നിസ്കരിച്ചപ്പോഴത്തേക്ക് ഓർമ്മ വന്നു, പടച്ചോനെ ആ സ്റ്റെയറിന്റെ അടിയിലല്ലേ ഞാൻ പോയപ്പോ എന്റെ കൈ നീ എടുക്കാൻ മറന്നുപോയല്ലേ. ഓടിച്ച് നോക്കുമ്പോ സാധനം അവിടെ ഉണ്ട്, കിട്ടി. ഓടി വന്ന് മഹാനായ അബൂ ഹനീഫ തങ്ങളോട്, തങ്ങളെ നിങ്ങൾ സൂപ്പർ തന്നെ കേട്ടാ, നിങ്ങൾ 50 പറഞ്ഞെങ്കിൽ 5 ഞാൻ 2 റക്അത്ത് 4 നിസ്കരിക്കുമ്പോ തന്നെ എന്റെ സാധനം കിട്ടിപ്പോയി, അത്ഭുതമാണ്, കറാമത്താന്ന് പറഞ്ഞു. അബൂ ഹനീഫ തങ്ങൾ എടുത്ത വായില എന്റെ കറാമത്തല്ല, നിന്നെ ഇബ്ലീസ് പറ്റിച്ചാന്ന് പറഞ്ഞു. കാരണം മര്യാദക്കെങ്ങാനും ഇവൻ 50 റക്അത്ത് നമസ്കരിച്ചു പോയാൽ ചിലപ്പോ യവന് ഈമാൻ കൂടിപ്പോണെങ്കിലോ. ഒരു 49 ഓർമ്മ വന്നാൽ, അല്ലെങ്കിൽ 50 ആകുമ്പോ ഓർമ്മ വന്നാൽ, അല്ലെങ്കിൽ 25 ഓർമ്മ വന്നാൽ അവന്റെ അക്കൗണ്ടിൽ 25 റക്അത്തിന്റെ ഗുണം കയറൂലേ. അത് ഇല്ലാതാക്കാൻ 4 ആയപ്പോഴേ ഓർമ്മിപ്പിച്ചു കൊടുക്കാൻ. മഹാനായ ഇമാമിങ്ങളെ പറഞ്ഞ മട്ടു ചേർത്താൻ കാണാം നമുക്ക്. ഒരാൾ എല്ലാ ദിവസവും തഹജ്ജുദ് ഇങ്ങനെ നിസ്കരിച്ചുകൊണ്ടേയിരിക്കും. ആ തഹജ്ജുദ് ഇങ്ങനെ നിസ്കരിച്ച് ഒരു ദിവസം പാവം ക്ഷീണം കൊണ്ട് അല്പം ഒന്ന് ഉറങ്ങിപ്പോയി. ഇബ്ലീസ് എത്രയോ ദിവസങ്ങളും മാസങ്ങളും വർഷങ്ങളുമായിട്ട് യവനെ കോന്ത്രം വെക്കാൻ വേണ്ടിയിട്ട്, അങ്ങനെ ഉണ്ടല്ലോ, നമ്മൾ കിടന്നുറങ്ങുമ്പോൾ ആരംഭ റസൂല് പറയാണ്, കിടന്നുറങ്ങുമ്പോൾ അവന്റെ തരിമൂക്കിലേക്ക് ഇബ്ലീസ് പ്രവേശിച്ചിട്ട് അവിടെ 3 കെട്ടിടുമത്രേ. ഓരോ പ്രാവശ്യവും ബാങ്ക് വെക്കുമ്പോ ഇക്കാത്ത് വെക്കുമ്പോ ഉണരുമ്പോഴൊക്കെ ഇബ്ലീസ് പറയും, ആ സുഖമായിട്ട് ഉറങ്ങിക്കോ, നമുക്ക് നല്ലോണം തടവി തരും, ഊതി തരും, വീശി തരും. അതുകൊണ്ട് ആ സമയത്തിന് എത്ര ചൂടായാലും ആർക്കും ഒരു കുഴപ്പമില്ല, കറണ്ട് ഇല്ലെങ്കിലും ഫാൻ ഇല്ലെങ്കിലും ഒരു കുഴപ്പമില്ല. 12 മണി വരെ എന്തായാലും അവർക്ക് കിടക്കാനും പറ്റൂല, വേർപ്പൊക്കെ ആയിരിക്കും. സുബൈ സമയത്ത് ആർക്ക് വേർപ്പാണില്ല, സുഖമായിട്ട് ഉറങ്ങും. സംശയണ്ട, ശരിയല്ലേ? അപ്പൊ ഇബ്ലീസ് തടവി തരാണ്, നമ്മളെ സൂചിപ്പിച്ചു തരാണ്, ആ നീ കിടന്നോ, കൊള്ളാം കിടന്നോ. അപ്പൊ ഇബ്ലീസിന്റെ ആ ഒരു സൂചിപ്പിക്കലുണ്ട്, നമ്മളെ കിടന്നാൽ അറിയാതെ ഉറങ്ങിപ്പോകും. അല്ലാഹു റസൂൽ പറയാ, അവൻ ഉണർന്ന് വുളൂ ചെയ്ത് അല്ലേ വായിൽ വെള്ളം കയറ്റി കുപ്പിടിക്കുമ്പോ അവിടെ നിന്ന് ഇബ്ലീസ് ഇങ്ങനെ മൂക്കിൽ വെള്ളം കയറ്റി ചുറ്റും ഇറങ്ങിപ്പോകും, 3 കെട്ടുകളും അഴിയും. ഇരിക്കട്ടെ, വിശാലമായ ഹദീസ്. ഇതുപോലെ ഈ മനുഷ്യനെ കുറെ നാള് പണിപ്പെട്ടപ്പോ ഒരു ദിവസം രാത്രി ഇവനെ കൂടുതലിട്ട് പണിപ്പെട്ടിട്ട് കിടന്നുറങ്ങി ക്ഷീണം കൊണ്ട് പാവം ഉറങ്ങിപ്പോയി. സുബഹിക്ക് മുമ്പ് 2 റക്അത്ത് തഹജ്ജുദ് നിസ്കരിക്കുന്ന ശീലമുണ്ട്, അതിന് പറ്റിയില്ല. അദ്ദേഹം നോക്കുമ്പോ ഏറെക്കുറെ സുബഹി ഖളാ ആകുന്ന ഘട്ടത്തിലെത്തി ചാടി എണ്ണിച്ച് സുബഹി നിസ്കരിച്ചിട്ട് കരച്ചിലോട് കരച്ചു.
എത്രയോ നാളുകളായി സുന്നത്തായി ഞാൻ നിസ്കരിക്കുന്ന എന്റെ തഹജ്ജുദിന്റെ 2 റക്അത്ത് മുടങ്ങിപ്പോകില്ല തമ്പുരാനെ ഓർത്തിട്ട് പൊട്ടിക്കരഞ്ഞുകൊണ്ട് വേദനയോടെ അല്ലാഹു തമ്പുരാനോട് കൈയെടുത്തുകൊണ്ട് എന്റെ ദുഹറായാലും അസറായാലും മഗ്രിബായാലും ഇശയായാലും അത് കഴിഞ്ഞ് ഉറക്കമില്ലാതെ കിടന്നുറങ്ങാതെ പൊട്ടിക്കരഞ്ഞുകൊണ്ടല്ല എന്റെ പരിശുദ്ധമായ തഹജ്ജുദിന്റെ പ്രതിഫലം എനിക്കൊന്ന് നഷ്ടപ്പെട്ടു പോയല്ലോ അല്ലാഹ്. ഈ ചിന്തയോടെ അങ്ങ് വല്ലാതെ പൊട്ടിക്കരഞ്ഞപ്പോ അല്ലാഹു എന്ത് ചെയ്തു? ആ പോട്ടെ, ഞാൻ അവന് പുറത്തും കൊടുത്തു എന്ന് മാത്രമല്ല, ഇന്ന് ഒരു തഹജ്ജുദ് മുടങ്ങിയതിന് അവന് 1000 തഹജ്ജുദിന്റെ പ്രതിഫലം ഞാൻ കൊടുക്കാൻ നിസ്കരിക്കാതെ. മനസ്സിലായ? അപ്പൊ നമ്മളെയൊക്കെ സ്വഭാവം അനുസരിച്ച് ഒരു ദിവസം അസറിന് കിടന്നുറങ്ങിയാൽ പിറ്റേ ദിവസം ആ സമയം നമുക്ക് ഉറക്കം വരും. മനുഷ്യന്റെ ഒരു ശീലമുണ്ട്. പിറ്റേ ദിവസം ഈ മനുഷ്യന് സുബഹി സമയമാകുമ്പോൾ വല്ലാതെ ഉറക്കമാണ്, എഴുന്നേക്കാൻ പറ്റുന്നില്ല. പക്ഷെ ഇബ്ലീസ് പോയി തട്ടി ഉണർത്ത അളിയ എണീര് നീ കിടന്നാൽ പറ്റൂല, നീ പെട്ടെന്ന് എനിക്ക് തഹജ്ജുദ് നിസ്കരിച്ചോ എന്ന് പറയാൻ മഹാന്മാര് പറയാൻ. ഇബ്ലീസ് തന്നെ തട്ടി ഉണർത്തി അവനെ തഹജ്ജുദ് നിസ്കരിപ്പിക്കുക. എന്തിനാ? അവൻ തഹജ്ജുദ് നിസ്കരിച്ചാൽ 2 റക്അത്തിട്ടല്ലേ കിട്ടും. നിസ്കരിക്കാതെ എങ്ങനെ കിടന്നുറങ്ങിപ്പോയാൽ പടച്ചു 1000 വാങ്ങിക്കും. അപ്പൊ അക്കൗണ്ടിൽ പൈസ കൂടും. അതുകൊണ്ട് ആ 998 കിട്ടണ്ട 2 കിട്ടിയാൽ മതി, അതുകൊണ്ട് നീ എണീറ്റ് നിസ്കരിച്ചോ എന്ന് പറഞ്ഞ് ഇബ്ലീസ്. ഇങ്ങനെയാണ് ഇബ്ലീസ് നമ്മളെ ചതിക്കുക. അള്ളാഹു മനസ്സിലാക്കാൻ ഭാഗ്യം തരട്ടെ. നമ്മുടെ ബഹുമാനപ്പെട്ട മുബാറക് ഉസ്താദ് പറഞ്ഞ പോലെ ഹജ്ജിന്റെ ഒക്കെ സമയമാണ്. അള്ളാഹു നമ്മുടെ നാട്ടിൽ നിന്ന് ഒരുപാട് പേര് ഹജ്ജിന് പോകുന്നുണ്ട്. അവിടെയൊക്കെ ഹജ്ജ് മഖ്ബൂലും മബ്റൂറുമായി അള്ളാഹു സ്വീകരിക്കട്ടെ. മർളിയായ സിയാറത്തും അള്ളാഹു നൽകട്ടെ. നമുക്കൊക്കെയുള്ള ഏറ്റവും ഒരു ഭാഗ്യം, ഹജ്ജിന് പോകാൻ ഭാഗ്യം കിട്ടണമെങ്കിൽ അത് സാമ്പത്തികമായിട്ടായാലും കൊള്ളാം, എങ്ങനെയായിട്ടായാലും കൊള്ളാം. ഭാഗ്യം കിട്ടണമെങ്കിൽ അതിന്റെ ആദ്യപടി എന്നത് ഹജ്ജിന് പോകുന്ന ആളുകളെ കണ്ടിട്ട് അവരോട് ദുആ കൊണ്ട് വസിയ്യത്ത് ചെയ്യുക എന്നുള്ളത് വലിയ ഒരു അമലാണ്. ഹജ്ജിന് പോകുമ്പോ പോയിട്ട് വലിയ സുഖമൊക്കെ തന്നെയല്ലേ, മോകളിക്ക് നയിക്കല്ലേ, പിന്നെ എന്തുകൊണ്ട് പൊയ്ക്കൂടാ എന്ന് തിരിഞ്ഞു നടക്കുമ്പോ പറയുകയും ചെയ്യും. അങ്ങനല്ല, മറിച്ച് കൈപിടിച്ചുകൊണ്ട് പറയണം, നിങ്ങൾ അവിടെ പോയാൽ പരിശുദ്ധ കഅബാലയത്തിന്റെ ഓരത്ത് 15 ഇടങ്ങളുണ്ട്. അള്ളാഹു ചോദിച്ച തട്ടൂല എന്ന് പറയണം. എന്ത് ചോദിച്ചാലും അള്ളാഹു ഉത്തരം കൊടുക്കുന്ന 15 സ്ഥലങ്ങൾ എവിടെയുണ്ട്. അവിടെയൊക്കെ ചൊല്ലുമ്പോ എനിക്ക് ഹജ്ജിന് അടുത്ത കൊല്ലെങ്കിലും ഭാഗ്യത്തിന് വേണ്ടി നിങ്ങളൊന്ന് ദുആ ചെയ്യണം എന്ന് വസിയ്യത്ത് ചെയ്യേണ്ടത് ഒരു മുഅ്മിനിന്റെ കടമയാണ്. അള്ളാഹു അത് നമുക്ക് ഭാഗ്യം തരട്ടെ. അതുപോലെ എത്ര വെറുപ്പുള്ള ആയിരുന്നാലും ഉടക്കുള്ള ആളായിരുന്നാലും പിണക്കുമായിരുന്നാലും ഒക്കെ കൈ പിടിച്ചിട്ട് അത് ചെയ്യൽ വളരെ നല്ലൊരു കാര്യം. അള്ളാഹു തൗഫീഖ് ചെയ്യട്ടെ. അതുപോലെ തിരിച്ചു വന്നാൽ അറഫയുടെ ഒരു ദിവസം ആ മലയ്ക്ക് ഒരു പ്രത്യേകതയുമില്ല. അറഫ പോയ, മിന പോയ ആ സ്ഥലത്തിനൊന്നും ഒരു പ്രത്യേകതയുമില്ല, ഒരു പുണ്യമില്ല. അറഫ പോയി കണ്ടാലോ ഓടിക്കേറിയാലോ നിസ്കരിക്കും ഒരു സുന്നത്തുമില്ല. പക്ഷെ ആ ഒരു ദിവസം, ഹജ്ജിന്റെ ആ ഒരു ദിവസം, ആ അറഫയുടെ പുണ്യം ഒരാൾക്കും എണ്ണി കണക്കാക്കാൻ പറ്റാത്തത്ര പുണ്യം. കൊല്ലത്തിൽ ഒരു ദിവസമാണ് അറഫയുടെ പുണ്യം. അതാണ് അറഫ. യൗമു അറഫ എന്ന ഹജ്ജിന്റെ അറഫ അടക്കുമ്പോ ആ പരിശുദ്ധമായ അറഫ ദിവസം, ഹജ്ജിന്റെ അറഫ നോക്കിയിട്ട് നമ്മൾ നോക്കണ്ട. നമ്മുടെ നാട്ടിൽ ദുൽഹജ്ജ് 9 അന്ന് നോമ്പെടുക്കൽ വലിയ പ്രതിഫലമുള്ള കാര്യമാണ്. അറഫ നോമ്പ്, സുന്നത്ത് നോമ്പുകളിൽ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട നോമ്പ് അറഫ നോമ്പാണ്. ഒരു വർഷത്തിന്റെ പ്രതിഫലമാണ്. അള്ളാഹു നമുക്ക് തരട്ടെ. അപ്പൊ ആ അറഫ നോമ്പ് നമ്മൾ എടുക്കാൻ വേണ്ടിയിട്ട് വല്ലാതെ പരിശ്രമിക്കുക. അള്ളാഹു നമുക്ക് ഭാഗ്യം തരട്ടെ. അറഫയ്ക്ക് ഒരുപാട് പ്രത്യേകതകളുണ്ട്. ഞാൻ കൂടുതൽ കിടക്കുന്നില്ല, ഓടിപ്പോവാണ്. അവരവിടെ ഹജ്ജ് ചെയ്യുമ്പോൾ നമുക്കിവിടെ ഹജ്ജ് ചെയ്യാൻ കഴിയണം. അതിൽപ്പെട്ടതാണ് അറഫ നോമ്പ്. അതുപോലെ സ്വതക്ക ചെയ്യുക, അതുപോലെ തന്നെ പണക്കം തീർക്കുക, അതുപോലെ തന്നെ ഉളുഹിയ്യത്ത് കൊടുക്കലൊക്കെ. നമുക്ക് സാധാരണ നമ്മൾ സ്വർഗത്തിന് വേണ്ടി പടച്ചവനെ സ്വർഗം തരണേ, നരകത്തിൽ രക്ഷിക്കണേ എന്നൊക്കെ നമ്മൾ ദുആ ചെയ്യാറുണ്ട്. എന്നാൽ സ്വർഗം ദുനിയാവിലെ ചില ആളുകളെ നോക്കിയിട്ട് പടച്ചവനെ ഇന്ന ആളില്ലേ, ആ ആളെ എനിക്ക് തരണേ അല്ലാഹ് എന്ന് സ്വർഗത്തിന്റെ കൊട്ടാരങ്ങൾ അള്ളാഹുവിനോട് ചോദിക്കുത്രേ. സ്വർഗം കൊതിക്കുന്ന ചില ആളുകൾ ഭൂമിയിലുണ്ടെന്ന് നബി മുഹമ്മദ് മുസ്തഫ. മഹാന്മാരെ പറയണ കാണാം, 4 പേരെ സ്വർഗം കൊതിക്കും. ആ പേരൊന്നും ഞാൻ പറയാൻ ഇരിക്കട്ടെ. 4 പേര് സ്വർഗം കൊതിക്കുന്ന 4 പേര്, അത്ഭുതക്കാരായ 4 പേരുണ്ട്. മഹാനായ അലിയാർ തങ്ങൾ അതിൽ ഒന്നാമനാണ്. റളിയല്ലാഹു അൻഹു. അലിയാറിനടക്കമുള്ള 4 പേര് സ്വർഗം കൊതിക്കുമെന്ന് നബി മുഹമ്മദ് മുസ്തഫ. അതുപോലെ ദുനിയാവിൽ സ്വർഗം കൊതിക്കുന്ന ആളുകളായി ജീവിക്കാൻ കഴിയുക എന്നുള്ളത് വലിയ ഭാഗ്യമാണ്. അതാണ് അറഫയുടെ. എന്നാൽ അവിടെയും പോയിട്ട് ചില ആളുകളൊക്കെ ഉണ്ട്, സർക്കാരിന്റെ ഉദ്യോഗസ്ഥർ കഴിഞ്ഞിട്ട്
അവസാനം പെൻഷൻ പറ്റുമ്പോൾ ആ പൈസ എല്ലാം ഇവിടെ കൊണ്ട് അച്ഛന് പോയി അറഫയിൽ പോയിട്ട് പറയും, അതെ അവിടുത്തെ പ്രസിഡന്റ് ശരിയില്ല, നാട്ടിൽ പോയിട്ട് എനിക്ക് ഇനി പ്രസിഡന്റ് ആവണമെന്ന് പറയും. അവിടെ അറഫയിൽ പോയിരുന്നിട്ടാ പറയണേ. അങ്ങനെ പറയുന്ന ആളുകളുണ്ട്. അവിടെ പോയാൽ നന്നാവാത്ത ആളുകളുണ്ട്. അള്ളാഹു നന്നാവാൻ ഭാഗ്യം തരട്ടെ. അപ്പൊ നമ്മൾ തിരിച്ചറിയേണ്ടവരാണ്, വിവേകമുള്ളവരെ ആ മനുഷ്യനെന്ന് പറയുക. മനുഷ്യൻ അള്ളാഹു തന്ന എല്ലാ ജീവികൾക്കും ബുദ്ധി ഉണ്ടെങ്കിലും മനുഷ്യന് തന്ന ബുദ്ധി ആർക്കുമില്ല. മനുഷ്യന് തന്നത് തിരിച്ചറിവിന്റെ ബുദ്ധിയാണ്. വിവേകവും ബുദ്ധിയും വിവേകവും ഒരുമിച്ച് നൽകിയൊരു ജീവി മനുഷ്യൻ മാത്രമാണ്. അപ്പൊ തിരിച്ചറിവോടുകൂടി ജീവിക്കുകയാണ്. നേരത്തെ പറഞ്ഞത് ഫർദിന് കൂടില്ല, പിന്നെ ഇപ്പൊ സുന്നത്തിന് പോയി ഉള്ള നോമ്പൂടെ കൊളമാക്കണോ? അള്ളാഹു കാക്കട്ടെ. റമദാനിൽ ഒരു സുന്നത്തിന് ഒരു ഫർദിന്റെ കൂലിയാ, ഒരു ഫർദിന് 70 ഫർദിന്റെ കൂലിയാ. അപ്പൊ റമദാനിലെ തിന്മയ്ക്കും അതുപോലെ ഉണ്ട് എന്ന് കരുതി ഓരോ തറാവീഹിനും ഇരട്ടി തിരിച്ച് അടി വാങ്ങാൻ തയ്യാറായിരുന്നോട്ടെ. അള്ളാഹു ഓർത്തു കൊടുക്കട്ടെ എന്നേ പറയാൻ പറ്റുള്ളൂ. അപ്പോ ഈ പരിശുദ്ധമായ ഈ അനുഗ്രഹീതമായ ദുൽഹജ്ജ് മാസം ഒരുപാട് മഹത്വങ്ങളുള്ള ദുൽഹജ്ജിന്റെ ആധിപത്യത്തെ കുറിച്ചൊക്കെ ഒരുപാട് പറയാനുണ്ട് നമുക്ക്. ഖൈറു ദുആഇ ദുആഉ യൗമു അറഫ. നബി മുഹമ്മദ് മുസ്തഫ ഏറ്റവും നല്ല ദുആ അല്ലേ? ഹാജിമാർക്ക് നീ പൊറുക്കണേ പടച്ചവനെ. ഹാജിമാർ ദുആ ചെയ്യുന്ന ആർക്കൊക്കെ വേണ്ടിയുണ്ടോ അവർക്കൊക്കെ പുറത്തു കൊടുക്കണേ അല്ലാന്ന് മുത്തുനബിയുടെ ദുആയാണ്. അപ്പൊ അള്ളാഹു ആ ദിവസം അറഫയുടെ ദിവസം ഹാജിമാർക്കൊക്കെ പൊറുക്കും ആത്മാർത്ഥമായിട്ടാണെങ്കിൽ. ആ ഹാജിമാർ ആർക്കൊക്കെ ദുആ ചെയ്യണോ അവർക്കൊക്കെ പൊറുക്കും. അപ്പൊ ആ ഒരു വലിയൊരു ഭാഗ്യത്തിൽ നമ്മളൊരു കൈ കൊടുക്കൽ കൊണ്ട് നമുക്ക് കിട്ടുന്നത് വലിയൊരു ഭാഗ്യമാണ്. അള്ളാഹു നമുക്കും അവിടെ പോകാനുള്ള ഭാഗ്യം തരട്ടെ. അപ്പോ മഹാന്മാരായ ഉലമാക്കളൊക്കെയും ഖിയാമത്ത് നാളിൽ ഖബറിൽ നിന്ന് പുറപ്പെടുന്ന 3 വിഭാഗം ആളുകളെ അള്ളാഹുവിന്റെ മലക്കുകൾ ഇങ്ങനെ തുരുതുരാന്ന് ഇറങ്ങി വന്നിട്ട് കൈപിടിച്ച് മുസാഫത്ത് ചെയ്യുന്ന അല്ലേ? സന്തോഷത്തോടെ കൈപിടിച്ച് ഇങ്ങനെ കുലുക്കിയിട്ട് മുസാഫഹത്ത്. ഖബറിന്ന് നാളെ ഹിസാബിന്റെ വേളയിൽ ഖബറിൽ നിന്ന് ഇങ്ങനെ പുറപ്പെട്ടൊരു മലക്കൾ കാത്തു നിന്നിട്ട്, നമ്മളൊക്കെ പരിപാടിക്ക് പോകുമ്പോൾ ആളുകൾ ഇങ്ങനെ കാത്തുനിന്ന് കൈയറണ പോലെ മുസാഫത്ത് ഇങ്ങനെ ചെയ്യൂത്രേ അള്ളാഹുവിന്റെ മലക്കുകൾ. ആരൊക്കെയാ 3 കൂട്ടര്? ഒന്ന് ശുഹദാ, ബദരീങ്ങളെ പോലെ ഉഹദീങ്ങളെ പോലെ പടച്ച റബ്ബിന്റെ മാർഗത്തില് യുദ്ധം ചെയ്ത ശുഹദാക്കൾ. ഏതെങ്കിലും പ്രസ്ഥാനത്തിന്റെയോ രാഷ്ട്രീയ പ്രസ്ഥാനത്തിന്റെയോ പേരിൽ കണ്ണന്തിരും കാണിച്ചിട്ട് ആരെങ്കിലും തല്ലിക്കൊന്നാൽ അവനെ ശുഹദ എന്നും പറഞ്ഞുകൊണ്ട് പട്ടം പിരിച്ച് കൊണ്ടിടക്കണ കാലം നമ്മുടെ കാലം. അള്ളാഹു ആക്കട്ടെ, അവനൊന്നും ശുഹദ ഒന്നും കിട്ടൂല. ശുഹദാക്കൾ നമ്മളെ ഹദീസുകളിൽ എമ്പാടും കാണാം. അള്ളാഹു മനസ്സിലാക്കും ഭാഗ്യം തരട്ടെ. അപ്പൊ ശുഹദാക്കൾക്ക് മുസാഫഹത്ത് ചെയ്യുമത്രേ ആ അള്ളാഹുവിന്റെ മാലാകമാര്. രണ്ടാമത്തെ ഖായിമൂന ശഹ്റു റമളാൻ, പരിശുദ്ധമായ റമളാൻ മാസത്തിൽ അള്ളാഹുവിനെ ഭയന്നുകൊണ്ട് പാതിരാത്രി എഴുന്നേറ്റ് നമസ്കരിക്കുന്ന ആളുകളെ അള്ളാഹുവിന്റെ മാലാകമാര് കൈപിടിച്ചുകൊണ്ട് മുസാഫഹത്ത് ചെയ്യുമത്രേ. ഉമ്മമാരൊക്കെ നിസ്കരിക്കുമ്പോ അള്ളാഹുവിന്റെ റസൂലിന്റെ വാക്ക് പറഞ്ഞ വീടിന്റെ ഉള്ളറയാണെങ്കിൽ അവിടെ മലക്കുകൾ വരും, നിങ്ങളെ മുസാഫഹത്ത് ചെയ്തിട്ടുണ്ടാവും. അള്ളാഹു അത്തരം നമസ്കാരം നമുക്ക് തരട്ടെ. മൂന്നാമതായി പരിശുദ്ധമായ അറഫ ദിനത്തിൽ നോമ്പെടുക്കുന്ന ആളുകളെയും അള്ളാഹുവിന്റെ മാലാകമാരെ കൈപിടിച്ചുകൊണ്ട് മുസാഫഹത്ത് ചെയ്യുമെന്ന് മഹത്തുക്കൾ പഠിപ്പിക്കുകയാണ്. ഇബ്നു അബ്ബാസ് തങ്ങൾ പഠിപ്പിക്കുകയാണ്. അള്ളാഹു മനസ്സിലാക്കാനുള്ള ഭാഗ്യം തരട്ടെ. അത്രമാത്രം വലിയ മഹത്വം. ഒരിക്കൽ മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ആയിഷയോട് പറഞ്ഞു, ആയിഷ, സ്വർഗത്തില് മുത്തുകളും മാണിക്യങ്ങളും ഗോമേതകങ്ങളും സ്വർണവും വെള്ളിയും ഒക്കെ ഉണ്ടാക്കിയ കൊട്ടാരങ്ങൾ ഒരുപാടുണ്ട്. അത് കാണുമ്പോ ആളുകളുടെ കണ്ണുകൾ ഇങ്ങനെ അഞ്ചിപ്പോകും. അത്ര അത്ഭുതകരമായ ആനന്ദകരമായ വളരെ സൗന്ദര്യമുള്ള ആകർഷകമായ കൊട്ടാരങ്ങളുണ്ട്. ആയിഷാ ബിബി ചോദിച്ചു, ലിമൻ ഹാദാ യാ റസൂലല്ലാഹ്, ഇതാർക്കാണ് നബിയെ കിട്ടുക, ഇതാർക്കാണ് കിട്ടുക? അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞു, ഖാല ലിമൻ സ്വാമ യൗമുൽ അറഫ, അത് അറഫാ ദിവസത്തിൽ നോമ്പെടുക്കണവർക്കുള്ളതാ. അപ്പൊ അറഫാ ദിവസത്തിന്റെ നോമ്പ് നിസ്സാരമില്ല, അത് അത്ഭുതമാണ്. അള്ളാഹു അതെടുക്കാനും ആ ദിവസത്തിന്റെ സുന്ദരമായ നോമ്പ് അതിന്റെ അനുഗ്രഹീതമായ പ്രതിഫലം നേടാനും അള്ളാഹു നമുക്ക് ഭാഗ്യം തരട്ടെ. മറ്റൊരു ഹദീസില് ഈസാ അലൈഹിസ്സലാം, ഈസാ നബിക്ക് ഒരു പ്രവാചകനാണ്. ആ ഈസാ നബി തുമ്പി കെട്ടിയടിക്കുക നമ്മളൊന്നുമില്ല. പക്ഷെ ഈസാ നബി അലൈഹിസ്സലാത്തു വസ്സലാമിന് അള്ളാഹു കൊടുത്ത അതേ പ്രതിഫലം
അള്ളാഹു ആർക്കെങ്കിലും ദുനിയാവിൽ കൊടുക്കുമെങ്കിൽ ആർക്കുള്ളതാ? അറഫ ദിവസത്തിൽ ആ ദിവസത്തിന്റെ മഹത്വം ആഗ്രഹിച്ച് അത് ഉൾക്കൊണ്ടുകൊണ്ട് നോമ്പെടുക്കുന്നവൾക്കുള്ളതാണ് എന്ന് ഹബീബ് റസൂലുള്ളാഹി. അള്ളാഹു നമുക്കും അത് പഠിക്കാൻ മനസ്സിലാക്കാൻ ഭാഗ്യം തരട്ടെ. യുകഫിറു സനത്തൽ മാളിയ എന്ന് കാണാം. ആ അറഫ നോമ്പെടുത്താൽ കഴിഞ്ഞ ഒരു വർഷത്തിൽ നമ്മൾക്ക് വന്നുപോയ തെറ്റുകുറ്റങ്ങളൊക്കെ പുറത്തു വരും. അള്ളാഹു അറഫ നോമ്പ് എടുത്താൽ കഴിഞ്ഞ ഒരു വർഷത്തിന്റെ ദിവസം വരുമ്പോ അന്ന് ഏറ്റവും കൂടുതലായി ഹബീബ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ചെല്ലുന്നൊരു ദിക്ർ, അറഫയിലും പെരുന്നാൾ ദിവസമൊക്കെ നമുക്ക് ചെല്ലാൻ പറ്റിയൊരു ദിക്ർ, ലാ ഇലാഹ ഇല്ലല്ലാഹു വഹ്ദഹു ലാ ശരീക ലഹു ലഹുൽ മുൽക്കു വലഹുൽ ഹംദു യുഹ്യീ വയുമീതു ബിയദിഹിൽ ഖൈറു വഹുവ അലാ കുല്ലി ശൈഇൻ ഖദീർ. ഈ ദിക്ർ പതിവാക്കുക. അള്ളാഹു നമുക്ക് അതിന് ഭാഗ്യം തരട്ടെ. ഓർമ്മിച്ചേക്ക്, എല്ലാവർക്കും അറിയുന്ന ദിക്റാണല്ലോ. അതുപോലെ അറഫ ദിവസം 100 ദിക്ർ, ഞാനിപ്പോ പറയാൻ പോണ ദിക്റുണ്ട്, അത് 100 വട്ടം ഒരാൾ ചെല്ലിയാൽ പെരുന്നാളിന്റെ അന്നും ആ നമ്മൾ നോമ്പെടുക്കുന്ന ദിവസമൊക്കെ നമ്മൾ ചെല്ലിയ 100 വട്ടം ഇത് ചെല്ലിയാൽ അള്ളാഹു അവനെ വിളിച്ചുകൊണ്ട് പറയുമത്രേ, നീ എന്നെ തൃപ്തിപ്പെടുത്തി, നിനക്കെന്റെ തൃപ്തിയുണ്ട്, നീ എന്തുദ്ദേശിച്ചോ അതൊക്കെ ചോദിച്ചോളൂ, ഞാൻ തരാം നിനക്ക്. അതുപോലെ ഉറങ്ങുമ്പോഴും ഉണരുമ്പോഴും ഒക്കെ ഇതിങ്ങനെ ചൊല്ലിക്കൊണ്ടിരുന്നാൽ അവന് അള്ളാഹു സർവ്വ സംരക്ഷണം, ഒരു പാമ്പ് കൊത്തൂല, ഒരു തേള് കൊത്തൂല, ഒരു ഉറുമ്പ് കടിക്കൂല, ഒരു കൊതു കടിക്കൂല, എല്ലാ സംരക്ഷണവും അള്ളാഹു തരുന്ന ഒരു ദിക്റാണ്. ഒന്ന് ബിസ്മില്ലാഹി മാഷാ അല്ലാഹ് ലാ ഖുവത ഇല്ലാ ബില്ലാഹ് മാഷാ അല്ലാഹു കുല്ലു നിഅമത്തിൻ മിനല്ലാഹ് മാഷാ അല്ലാഹു അൽ ഖൈറു കുല്ലുഹു ബിയദില്ലാഹ് മാഷാ അല്ലാഹ് ലാ യസ്രിഫു സൂഅ ഇല്ലല്ലാഹ്. എളുപ്പം പഠിക്കുക. മാഷ ഒന്ന് മാഷാ അല്ലാഹ് പഠിക്കുക. അതിന്റെ കൂടെ ആദ്യം ലാ ഖുവത ഇല്ലാ ബില്ലാഹ്, മാഷാ അല്ലാഹ് ലാ ഖുവത ഇല്ലാ ബില്ലാഹ്. 2 മാഷാ അല്ലാഹ് കുല്ലു നിഅമത്തിൻ മിനല്ലാഹ്, എല്ലാ അനുഗ്രഹങ്ങളും അള്ളാഹുവിൽ നിന്നുമാണ്. മാഷാ അല്ലാഹ് ലാ ഖുവത ഇല്ലാ ബില്ലാഹ്, മാഷാ അല്ലാഹ് കുല്ലു നിഅമത്തിൻ മിനല്ലാഹ്, മാഷാ അല്ലാഹ് മാഷാ അല്ലാഹുൽ ഖൈറ കുല്ലുഹു മിനല്ലാഹ്, അൽ ഖൈറ കുല്ലുഹു മിനല്ലാഹ് കുല്ലുഹു ബിയദില്ലാഹ്. അള്ളാഹുവിന്റെ കരങ്ങളിലൂടെയാണ് സർവ്വ നന്മകൾ നടക്കുക. മാഷാ അല്ലാഹ് ലാ ഖുവത ഇല്ലാ ബില്ലാഹ്, മാഷാ അല്ലാഹ്. മനസ്സിലായില്ല? കുല്ലു നിഅമത്തിൻ മിനല്ലാഹ് അല്ലേ? മാഷാ അല്ലാഹ് അൽ ഖൈറ കുല്ലുഹു ബിയദില്ലാഹ്, മാഷാ അല്ലാഹ് ലാ യസ്രിഫു സൂഅ ഇല്ലല്ലാഹ്, ലാ യസ്രിഫു സൂഅ ഇല്ലല്ലാഹ്, ലാ യസ്രിഫു സൂഅ ഇല്ലല്ലാഹ്. ഇതും പഠിക്കുക. അള്ളാഹു മനസ്സിലാക്കാനുള്ള ഭാഗ്യം തരട്ടെ. ഇനി വലിയ പെരുന്നാൾ ദിവസം വരുമ്പോ ആ ദിവസം നമ്മൾ നേരത്തെ പറഞ്ഞ ലാ ഇലാഹ ഇല്ലല്ലാഹു വഹ്ദഹു ലാ ശരീക ലഹു എന്നുള്ള ദിക്ർ 400 വട്ടം ചെല്ലണമെന്നാണ്. ചെല്ലിയ വലിയ അനുഗ്രഹങ്ങളാണ് കിട്ടുക. അതിന്റെ വലിയ മഹത്വങ്ങളൊന്നും പറഞ്ഞ് സമയം കളയുന്നില്ല, കടന്നു പോവാണ്. 400 വട്ടം ചൊല്ലി നമ്മളെ മരണപ്പെട്ടു പോയവർക്കൊക്കെ വേണ്ടി നമ്മൾ ദുആ ചെയ്യണം. അള്ളാഹു അത് തൗഫീഖ് ചെയ്യട്ടെ. ആ ബലി നമ്മുടെ നമ്മളിൽ നിന്ന് മരണപ്പെട്ടു പോയ നമ്മുടെ ഉപ്പമാര് ഉപ്പാപ്പമാർ അവരൊക്കെ ഉണ്ടാക്കിയിട്ട സ്വത്തുക്കളാണ് നമ്മളൊക്കെ അനുഭവിക്കണേ കൂടുതലും. അല്ല, അവരതിന് വകുപ്പുണ്ടാക്കി തന്നത്. അപ്പൊ നമ്മളിപ്പോ ഞാൻ ഉണ്ടാക്കിയാണെന്നും പറയണ്ട, അതിനുള്ള മാർഗങ്ങളും അതിനുള്ള പഠനവും അതിനുള്ള ആരോഗ്യമൊക്കെ തന്നവരാ. അപ്പൊ ഇങ്ങനെയായാലും അവരുടെ ബന്ധമുണ്ട്. അപ്പൊ അവരുടെ റൂഹുകൾ കൊല്ലത്തിൽ 15 അല്ലെങ്കിൽ 12 ദിവസങ്ങൾ നമ്മളിലേക്ക് മടങ്ങി വരും. ആ ദിവസങ്ങളിൽ വളരെ പ്രധാനപ്പെട്ട 2 ദിവസമാണ് ബലി പെരുന്നാളിന്റെ ദിവസം, അറഫയുടെ ദിവസം. ആ അറഫയുടെ ദിവസം അത്ഭുതമാണ്. ലോകത്തുള്ള ആ കാണുന്ന ഈ ലക്ഷക്കണക്കിന് ഔലിയാക്കളുണ്ട്, ആരിഫീങ്ങളുണ്ട്, സാദാത്യങ്ങളുണ്ട്, ഉലമാക്കൾ, എല്ലാവരും മാത്രമല്ല, മഹാന്മാരായ നബിമാര് പോലും, കഴിഞ്ഞുപോയ നബിമാരും മുൻകാലക്കാരായ ഔലിയാവും ഒക്കെ സമ്മേളിക്കുന്ന വലിയ സമ്മേളനമായ യൗമ അറഫ. മഹാന്മാരായ ഉലമാക്കളുടെ കിതാബുകളിൽ നമുക്ക് വായിച്ചെടുക്കാൻ പറ്റും. അള്ളാഹു നമുക്ക് മനസ്സിലാക്കാൻ ഭാഗ്യം തരട്ടെ. അപ്പൊ ആ മഹത്തുക്കളോടൊപ്പം നമുക്ക് ഇരുന്നല്ലേ മുത്തുനബി പലപ്പോഴും ഇങ്ങനെ കാണുമ്പോൾ അത് ഈസാ നബി അലൈഹി സ്വലാത്തു വസ്സലാമ എന്ന് അറഫയിൽ വെച്ച് സ്വഹാബത്തിനോട് പറഞ്ഞ ചരിത്രങ്ങൾ കാണാം.
നൂഹ് നബിയാണത്, മൂസാ നബിയാണത്. ഇങ്ങനെ പറഞ്ഞു അവരൊക്കെ ആ അറഫയിൽ വരുമെന്നതിന്റെ തെളിവാ. അള്ളാഹു മനസ്സിലാക്കാൻ നമുക്കൊക്കെ ഭാഗ്യം തരുമാറാകട്ടെ. അപ്പൊ ആ ദിവസം നിസ്സാര ദിവസമല്ല, ഒരുപാട് ദിക്റുകളോടെ ചെയ്യുക. അതോടൊപ്പം ആ പെരുന്നാൾ ദിവസത്തിൽ ചെയ്യുന്ന അമലുകൾ ഏറ്റവും മഹത്വമുള്ള ഒരു അമല് എന്താ? ഏറ്റവും മഹത്വമുള്ള അമല് എന്ന് പറയുന്നത് ഉളുഹിയ്യത്താണ്. പെരുന്നാളുമായി ബന്ധപ്പെട്ട പെരുന്നാൾ ദിവസത്തിൽ ഏറ്റവും മഹത്വമുള്ള അല്ലാഹു റസൂൽ മൻ കാന ലഹു സഅത്തുൻ ഫലം യുളഹി ഫലാ യഖറബന്ന മുസല്ലാനാ നബി മുഹമ്മദ് മുസ്തഫ. ആർക്കെങ്കിലും ഉളുഹിയ്യത്ത് അറക്കാൻ കഴിവുണ്ടായിട്ട് ഫലം യുളഹി അവൻ ഉളുഹിയ്യത്ത് അറത്തില്ലെങ്കിൽ ഫലാ യഖറബന്ന മുസല്ലാനാ, ആ പെരുന്നാൾ നിസ്കരിക്കാൻ വേണ്ടി പള്ളിയിലോട്ട് വരാൻ എനിക്ക് വലിയ താല്പര്യമൊന്നുമില്ല, അവൻ വരണ്ടാന്നാ. അപ്പൊ ഉളുഹിയ്യത്ത് അറക്കാൻ കഴിവുണ്ടായിട്ടും അതിനെ നിയ്യത്ത് ചെയ്തില്ല, അതിൽ പള്ളി പോലും വേണ്ട. കാരണം അത്രയ്ക്ക് മോശമാണ് ആ പരിപാടി. കഴിവുണ്ടെങ്കിൽ നിർബന്ധ ബുദ്ധി പോലെ, സുന്നത്താണെങ്കിലും നിർബന്ധ ബുദ്ധി പോലെ അറക്കേണ്ട ഒരു അത്ഭുതമാണ് ഉളുഹിയ്യത്ത്. ഒരുപാട് പ്രതിഫലങ്ങൾ അതിലുണ്ട് എങ്കിലും അതിലുള്ള ഏറ്റവും പ്രധാനപ്പെട്ട മഹത്വങ്ങൾ പറയുന്ന ഒരു കാര്യമാണ്, അടുത്ത ഒരു കൊല്ലത്തേക്ക് ഉളുഹിയ്യത്ത് വരെ അവന്റെ സാമ്പത്തികമായ ഭദ്രത ഈ ഉളുഹിയ്യത്തിന്റെ ബറക്കത്തുകൊണ്ട് കിട്ടുന്ന. അടുത്തൊരു വർഷം പടച്ചോൻ വലിയ നഷ്ടങ്ങളില്ലാതെ, അല്ലെങ്കിൽ നമ്മളെ മക്കളെ സമ്പത്തിലായിരുന്നാലും വരുമാനങ്ങളിലായിരുന്നാലും അള്ളാഹു കുറവ് ചെയ്യാതെ, ജോലി എടുത്ത് കളയാതെ അള്ളാഹു ഒരുപാട് അനുഗ്രഹങ്ങൾ തുറന്നു വരുന്ന ഒരു മഹാഭാഗ്യം കൂടി ഈ ഉളുഹിയ്യത്ത് കൊണ്ട് നമുക്ക് കിട്ടും. അള്ളാഹു നമുക്ക് മനസ്സിലാക്കാനും ചെയ്യാനും നമുക്ക് ഭാഗ്യം തരും. അറിയണമല്ലോ, അതിനുവേണ്ടിയാ. എല്ലാവർക്കും ഇപ്പൊ ഉളുഹിയ്യ അറക്കാൻ പറ്റണമെന്നില്ല, എങ്കിലും അതിന്റെ മഹത്വം നമ്മൾ അറിഞ്ഞിരിക്കേണ്ടതുണ്ട്. അള്ളാഹു നമ്മളെ മനസ്സിലാക്കുമെന്ന്. ഉളുഹിയ്യത്തറക്കുന്നവനെ ദുനിയാവിന്റെയും ആഖിറത്തിന്റെയും സർവ്വ ഇടങ്ങേറുകളെ തൊട്ടും നാശങ്ങളെ തൊട്ടും അള്ളാഹു കാത്തുരക്ഷിക്കുന്ന അത്രമായ. അതുകൊണ്ടാണ് നിങ്ങൾ ഉളുഹിയ്യത്ത് ഇറക്കുമ്പോൾ നല്ലതുപോലെ ഇറക്കണം, നല്ല മൃഗങ്ങളെ ഇറക്കണം. കാരണം നാളെ അത് നിങ്ങളുടെ വാഹനങ്ങളാണ് എന്ന് ആരംഭ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയാണ്, ഒരാള് ഉളുഹിയ്യത്ത് ഇറത്തു, അവൻ ഖബറിൽ നിന്നും അങ്ങ് എഴുന്നേൽക്കുമ്പോ അവന്റെ ഒരു മൃഗം അങ്ങനെ ഖബറിന്റെ മുമ്പിലുണ്ട്. തലഭാഗത്തൊരു മൃഗം നിൽക്കുന്നുണ്ട്. അതിന്റെ രോമങ്ങളും കൊമ്പുകളുമെല്ലാം സ്വർണമയമാണ്. രണ്ട് കണ്ണുകൾ സ്വർഗത്തിന്റെ മാണിക്യം പോലെ തിളങ്ങുകയാ. അവൻ ചോദിക്കുമത്ര, നീ ആരാണ്? നീ എന്തോ ഒരു സൗന്ദര്യമാണ്, എന്റെ ജീവിതത്തിൽ ഇതുപോലെ സൗന്ദര്യമുള്ള രസമുള്ള ഒന്നും ഞാൻ കണ്ടിട്ടില്ലല്ലോ. അപ്പോഴാ മൃഗം മറുപടി പറയുമത്രേ, ഞാൻ ആരാണെന്നറിയോ? ഈ ദുനിയാവിൽ വെച്ച് നീ ഒരു ഖുർബാനത്തെ ഉളുഹിയ്യത്തറുത്ത മൃഗമാണ് ഞാൻ എന്ന് ആ മൃഗം ആ മനുഷ്യനോട് അഭിമാനത്തോടെ പറയുമത്രേ. അങ്ങനെ ആ മൃഗം അടുത്തു വന്ന് പറയും, ഇർത്തബല ലഹരി, എന്റെ മുതുകത്ത് കയറ്. ആ മുതുകത്ത് കയറ്റി അവനെ യാത്ര കൊണ്ടുപോകുമെന്ന് മഹാനായ നബി മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഒരിക്കൽ ദാവൂദ് നബി അലൈഹി സ്വലാത്തു വസ്സലാം അള്ളാഹിനോട് ചോദിച്ചു, പടച്ചോനെ, മുഹമ്മദീയ സമൂഹത്തിന്, മുഹമ്മദീയ ഉമ്മത്തിന് ഉളുഹിയ്യത്ത് ഇറക്കുന്നതിന് ഒരുപാട് എന്തെല്ലാം പ്രതിഫലങ്ങളാ പടച്ചോനെ നീ കൊടുക്കുക എന്ന് ചോദിച്ചു അള്ളാഹുവിനോട്. അപ്പൊ ദാവൂദ് നബിയോട് പറയാ, മുഹമ്മദീയ ഉമ്മത്തിന് ഞാൻ കൊടുക്കണ വലിയ ആ മൃഗത്തിന്റെ ഓരോ രോമത്തിനും പകരം 10 നന്മകൾ ഞാൻ കൊടുക്കും. ഓരോ രോമത്തിനും പകരം 10 പാപങ്ങളെ ഞാൻ പൊറുക്കും. ഓരോ രോമത്തിനും പകരം 10 ദറജകൾ അവന് ഞാൻ സ്വർഗത്തിൽ കൊടുക്കും. സുബ്ഹാനല്ലാഹ്. അള്ളാഹു നമുക്ക് ആ ഭാഗ്യം നേടാൻ അപ്പൊ എല്ലാവരും മനസ്സിൽ കരുത്, ഇൻഷാ അല്ലാഹ് ഇനി കഴിയുമെങ്കിൽ പറ്റും. നേർച്ചയാക്കണ്ട ആരും. അങ്ങനെയുണ്ട്, നമ്മളൊരു ആടിനെ നേർച്ചയാക്കിയാല് പ്രശ്നം എവിടെയെന്ന് വെച്ചാല് പ്രശ്നമൊന്നുമില്ല, അല്ലെങ്കിൽ തന്നെയാണ്. നേർച്ചയാക്കിയാൽ അതിന്റെ ഒരു തരി മാംസം പോലും നമുക്ക് തിന്നാൻ പറ്റൂല. നമ്മൾ വളർത്തുന്ന മൃഗം തന്നെ ഇതിന്റെ ഉളുഹിയ്യാന്ന് നിർബന്ധമാണെന്നോ സുന്നത്തെന്നോ ഒന്നും പറഞ്ഞില്ല. ഇതെന്റെ ഉളുഹിയ്യത്തായിട്ട് ഞാൻ കരുതി എന്ന് പറഞ്ഞ് അത് ഫർളായിട്ട് മാറും, നേർച്ചയായി പരിണമിക്കും. അതുകൊണ്ട് ഉളുഹിയ്യത്ത് എപ്പോഴും നേർച്ചയാക്കുമ്പോൾ എന്റെ സുന്നത്തായ ഉളുഹിയ്യ എന്ന് തന്നെ കരുതുക. അത് നേർച്ചയാക്കണമെങ്കിൽ ആക്കാം, അത് വേറെ വിഷയം കേട്ടോ. വളർത്തു മൃഗങ്ങളെയൊക്കെ സാധാരണ 2 വയസ്സാണ് പരിഗണിക്കപ്പെടുന്നത്. അങ്ങനെ ഉണ്ട്. ഒരു മൃഗത്തിനെ നമ്മളിപ്പോ 6 മാസമായ ഒരു ആടിനെ നേർച്ചയാക്കി 2 മാസം കഴിയുമ്പോൾ ബലി പെരുന്നാൾ വന്നാൽ
നേർച്ചയാക്കി മൃഗത്തിനെ തൊട്ടടുത്ത ബലിപെരുന്നാളിന് തന്നെ വയസ്സായാലും ഇല്ലെങ്കിലും അറുക്കണം. അങ്ങനെയൊക്കെ നിയമങ്ങൾ ഫിഖ്ഹിലുണ്ട്. അപ്പൊ അതുകൊണ്ട് അത് അറിവുള്ളിടത്തോട് ചോദിച്ചു മാത്രം ചെയ്യുക. മാത്രമല്ല, ദുൽഹജ്ജ് 1 മുതൽ നമ്മളിങ്ങനെ മടക്കുമ്പോൾ ഓരോ ചുവട്ടടിക്കും അവന്റെ പ്രതിഫലങ്ങളാണ്. ഓരോ ചുവട്ടടിക്കും സ്വർഗത്തിന്റെ മണിമാളികൾ ഇങ്ങനെ കിട്ടിക്കൊണ്ടിരിക്കും. അത്രമാത്രം അത്ഭുതങ്ങളാണ്, പ്രതിഫലങ്ങൾ നമുക്ക് ഈ ഉലുഹിയ്യത്തിലൂടെ നേടാൻ ഒരുപാടുണ്ട്, എമ്പാടുമുണ്ട്. അള്ളാഹു മനസ്സിലാക്കാനുള്ള ഭാഗ്യം നമുക്കൊക്കെ തരട്ടെ. അന്നല്ലാഹയ ഹിയ മതായ അന്നല്ലാഹയ തംഹുൽ ഖതായ. ഉലുഹിയ എന്ന് നിങ്ങളുടെ വാഹനങ്ങളാണ്. ഉലുഹിയ എന്ന് നിങ്ങളുടെ പാപങ്ങളെ കഴുകിക്കളയും. തദ്ഫഉൽ ബലായ, വരാൻ പോണ നാശങ്ങൾ, പരീക്ഷണങ്ങളെ അള്ളാഹു തട്ടിക്കളയും. നോക്കണേ, ദാവൂദ് നബിയോട് പറഞ്ഞു കൊടുക്കുന്ന ഒരു അത്ഭുതമാണ് ഈ ഉലുഹിയ്യത്തിന്റെ അത്യത്ഭുതങ്ങൾ പറയുകയാണ്. അള്ളാഹു നമുക്കും അത് നേടാൻ ഭാഗ്യം തരട്ടെ. അതുകൊണ്ട് തന്നെ ഉലുഹിയ്യ അറുക്കണവരായാലും അല്ലാത്തവരായാലും ഉലുഹിയ്യത്തിന്റെ മൃഗമായാലും ഇനി ഏത് മൃഗം, റോട്ടി വേറെ ആരെങ്കിലും ഭയം കൊണ്ട് കെട്ടിയാലും കുഴപ്പമില്ല, ദുൽഹജ്ജ് 1 മുതൽ 10 വരെ കണ്ടാൽ തക്ബീർ ചൊല്ലൽ സുന്നത്താണ്. ഉലുഹിയ്യ ഇറക്കാൻ ക്വാളിറ്റിയുള്ള മൃഗങ്ങളെ കണ്ടാലും തക്ബീർ ചൊല്ലണം. ഉലുഹിയ്യ ഇറക്കാൻ നിയ്യത്താക്കണ ദുൽഹജ്ജ് 1 മുതൽ 10 വരെ മീശ, താടി, നഖം ഇതൊന്നും വെട്ടാനും പാടില്ല. ആ ഉലുഹിയ്യത്ത് ഇറക്കണവരെ, ഉലുഹിയ്യത്ത് ഇറക്കുന്നത് പെരുന്നാൾ നിസ്കരിച്ചിട്ട്, അറിയാലോ ആ സമയം ചിലപ്പോൾ നമ്മുടെ നാട്ടിലൊക്കെ നിസ്കരിക്കുമ്പോൾ 9 മണിയാവും, അത് കഴിയുമ്പോഴേക്കും ഇറക്കുക. ഫിഖിന്റെ സമയം മറ്റൊന്ന്, ഞാൻ അങ്ങനെ പറഞ്ഞാൽ നിങ്ങൾക്ക് ഉപയോഗമില്ലാത്തതുകൊണ്ട് പറയാത്ത, ഒരു 9 മണി കഴിയുമ്പോൾ ഇറക്കം തുടങ്ങും. അത് മുതൽ പിറ്റേന്ന് അയ്യാമ തശ്രീഖിന്റെ 3 ദിവസങ്ങൾ വരെ അതിന്റെ സമയമുണ്ട്. പിറ്റേ ദിവസം ഇറക്കാം, അതിന്റെ പിറ്റേന്ന് ഇറക്കാം, അതിന്റെ പിറ്റേന്ന് ഇറക്കാം, എന്നും ഇറക്കാം. എന്നാലും പെരുന്നാളിന്റെ ഒന്നും ഇറക്കാന്നുള്ള ഈ മഹല്ലുകളൊക്കെ ഉള്ളിടത്ത് അതൊരു രസവും അതൊരു ആനന്ദവും ഒക്കെയാണ്. അള്ളാഹു ഉൾക്കൊള്ളാൻ നമുക്കൊക്കെ ഈ ഭാഗ്യം തരുമാറാകട്ടെ. അപ്പോ ഉലുഹിയ്യ എന്ന് പറയുന്നത് നല്ലൊരു പ്രതിഫലം ആഗ്രഹിച്ചുകൊണ്ട് ഒരാൾ ഉലുഹിയ്യത്ത് അറുത്താൽ അവന്റെ നരകത്തിൽ നിന്ന് രക്ഷപ്പെടുത്താൻ അത് മാത്രം മതി എന്ന് നബി മുഹമ്മദ് മുസ്തഫ. ഉലുഹിയ്യത്തിന്റെ പ്രതിഫലങ്ങളും മഹത്വങ്ങളും അതേ കോലത്തിൽ ആശിച്ചിട്ട് അങ്ങനെ ആഗ്രഹിച്ചുകൊണ്ട് ചെല്ലിയാൽ അത് മാത്രം മതി അവന് എന്ന് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. മഹാനായ അഹ്മദ് ബിൻ ഇസ്ഹാഖ് തങ്ങൾ പറയാം, എനിക്കൊരു പാവപ്പെട്ട കൂട്ടുകാരനുണ്ട്, പക്ഷെ അയാൾക്കൊരു സ്വഭാവമുണ്ട്. എല്ലാ ബലിപെരുന്നാളിനും ഒരു ആടിനെ ഉലുഹിയ്യത്ത് ഇറക്കുന്ന ഒരു സ്വഭാവമുണ്ട്. അയാൾ മരണപ്പെട്ടപ്പോ ഞാൻ 2 റക്അത്ത് നിസ്കരിച്ചു. 2 റക്അത്ത് നിസ്കരിച്ച് അള്ളാഹിനോട് ഇങ്ങനെ ദുആ ചെയ്ത, മനുഷ്യരുടെ ദുആ ചെയ്തതൊക്കെ പറഞ്ഞു, പടച്ചോനെ എന്റെ ആ കൂട്ടുകാരൻ എല്ലാ വർഷവും ഇങ്ങനെ ഉലുഹിയ്യത്ത് ഇറക്കുന്ന ആളാ, അപ്പൊ അയാളുടെ അവസ്ഥ എന്താണെന്ന് അറിയാൻ എനിക്ക് ആഗ്രഹമുണ്ട്, അതുകൊണ്ട് അതൊന്നും എനിക്കൊന്ന് അറിയിച്ചു തരണം പടച്ചോനെ ദുആ ചെയ്ത് കിടക്കുമ്പോ ആ മനുഷ്യ മഹാനായ അഹമ്മദ് ബിൻ ഇസ്ഹാഖ് റളിയല്ലാഹു തആല എന്ന് പറയാണ്, ഞാനതാ എന്റെ സ്വപ്നത്തിൽ ഉളുകൂടി കിടക്കുമ്പോ ആ സ്വപ്നത്തിൽ ഞാൻ കാണാൻ അന്തിനാൾ സംഭവിക്കുന്നു. ജനങ്ങളൊക്കെ കബറിൽ നിന്നും ഇങ്ങനെ കബറാളുകൾ എഴുന്നേറ്റിങ്ങനെ പുറത്തു വരുന്നു. കൂട്ടത്തിൽ ഒരാളതാ നല്ല തിളക്കമുള്ള കുതിരപ്പുറത്ത് സഞ്ചരിച്ചുകൊണ്ട് എന്റെ മുന്നിലോട്ട് കടന്നു വരുന്നു. ഞാൻ ചോദിച്ചു, അല്ലാഹു നിങ്ങളെ എന്തു ചെയ്തു? പറഞ്ഞു, അല്ലാഹു എനിക്ക് പുറത്തു തന്നു. കാരണം ഞാൻ അതേ നല്ല ദിവസങ്ങളിൽ പാവപ്പെട്ട ഉമ്മാമാക്ക് അതേ അല്ലാഹു എന്റെ പൊരുത്തം ആഗ്രഹിച്ചുകൊണ്ടൊരു ദീർഘം സംഭാവന കൊടുത്തു. ആ സ്വതക്കയുടെ മഹത്വത്തിനാൽ അല്ലാഹു എന്റെ പാപങ്ങൾ പുറത്തു തന്നു. അപ്പോഴാണ് ഞാൻ ചോദിച്ചു, ഈ നല്ല കുതിര ഏതാണ്? നല്ല സുന്ദരമായ കുതിര ഏതാ? അപ്പൊ പറഞ്ഞു, ഈ ദുനിയാവിൽ ഞാൻ ആദ്യം മറുത്ത എന്റെ ഉലുഹിയ്യത്ത് മൃഗമാണ്. ഞാൻ യാത്ര ചെയ്തുകൊണ്ടിരിക്കുന്നത് ആദ്യ ഉലുഹിയ്യത്ത് എന്ന മൃഗത്തിന്റെ പുറത്താണ്. സുബ്ഹാനല്ലാഹ്, എവിടേക്കാ നിങ്ങൾ യാത്ര പോണ്? ഞാൻ പോകുന്നത് സ്വർഗത്തിലേക്കാണ്. അപ്പോഴത്തേക്കും ഞാൻ വന്നുപോയി. അള്ളാഹു മനസ്സിലാക്കാൻ ഭാഗ്യം തരുമാറാകട്ടെ. നമ്മൾ ഉലുഹിയ്യത്തിനെ കിടത്തി അറുത്ത് ആ കഴുത്തിൽ കത്തിവെച്ച് ആദ്യത്തെ രക്തതുള്ളി ഭൂമി പതിക്കുമ്പോ അവന്റെ പാപങ്ങളൊക്കെ പുറത്തു പോകുന്ന ഓരോ തുള്ളിക്കും ചില ഹദീസുകളൊക്കെ 4000 കണക്കിന് പാപങ്ങൾ അള്ളാഹു മറക്കുന്നതാണ്. അള്ളാഹു അതിന്റെ വലിയ പ്രതിഫലം നമുക്കൊക്കെ നേടാൻ അള്ളാഹു ഭാഗ്യം തരുമാറാകട്ടെ. അതുകൊണ്ട് ഒട്ടകം, ആട്, മാട്, പശു, കാള, പോത്ത് എല്ലാം പെടും. ആട്
ഇതൊക്കെയാണ് 2 വയസ്സായ, നമ്മുടെ നാട്ടിലൊക്കെ 2 വയസ്സായ ആടെ വേണ്ടേ. നാടാടിന് 1 വയസ്സിന്, കോലാടിന് 1 വയസ്സ് മതി എന്ന അഭിപ്രായം ഉണ്ട്. ആ സാധനമൊന്നും ഇവിടെ നമ്മുടെ നാട്ടിൽ കാണാറില്ല. അതുകൊണ്ട് 2 വയസ്സാകണം. ചില കച്ചവടക്കാരൊക്കെ വായും പൊളിച്ച് വെച്ചിട്ട് പല്ലിളകി പോയതാണ് എന്ന് പറഞ്ഞ് വർഷം തയ്ക്കരുത്. കാരണം പല്ല് ചിലപ്പോൾ പലതുകൊണ്ട് ഉളവാം. അപ്പൊ അതുകൊണ്ട് 2 വയസ്സ് ഉറപ്പാക്കണം. അല്ലെങ്കിൽ അത്രയും അറിയുന്ന പരിചയമുള്ള ആളുകൾ പല്ല് ഇളവിയാൽ, ചില ഇതിനൊക്കെ 1.5 വയസ്സാകുമ്പോൾ പല്ലിളവും. 2 പല്ലിളവിയാൽ എന്തായാലും 2 വയസ്സായിട്ടുണ്ടാവും. അങ്ങനെയുള്ള ആ മേഖലയിൽ പരിചയമുള്ള ആളുമായിട്ട് നല്ല പരിചയമുള്ള ആൾ ചെയ്യാവൂ. അല്ലാതെ 1 വയസ്സാകുമ്പോഴത്തേക്ക് പല്ലെന്തെങ്കിലും തട്ടി ഇളവിയോ അല്ല കമ്പി കടിച്ച് പിളകി പോയതോ ആയതൊക്കെ പ്രായമായിരുന്നു ചെയ്യരുത്. ഉളുഹിയത്തൊക്കെ ബാത്തിലാകും. അള്ളാഹു മനസ്സിലാക്കാൻ ഭാഗ്യം തരട്ടെ. അതുകൊണ്ട് ഉളുഹിയത്ത് 2 വയസ്സുള്ള ആടിനെയോ മാടിനെയോ ഒട്ടകത്തിനെയോ ഒക്കെ ഉളുഹിയത്ത് ഇറക്കാൻ നമ്മളും തയ്യാറാവുക ഇൻഷാ അല്ലാഹ്. അസീസിയിലും ഇപ്രാവശ്യവും ഉളുഹിയത്ത് എങ്ങനെയാണെന്ന് അറിഞ്ഞുകൂടാ. ഇപ്പോഴും വലിയ കടത്തിന്റെ ഭീതിയിലുള്ളെങ്കിലും അള്ളാഹു ആ സമയമാകുമ്പോൾ അതിന് വഴി തുറന്നു തരുമെന്ന ഉറച്ച വിശ്വാസം നമുക്കൊക്കെയുണ്ട്. അള്ളാഹു തരട്ടെ. അതോടൊപ്പം നമ്മുടെ ബിൽഡിങ്ങിന്റെ പണിയുമായി ബന്ധപ്പെട്ട് ഒരുപാട് പ്രതീക്ഷയില്ല. നമ്മൾ 1-2 മാർഗങ്ങളൊക്കെ നമുക്ക് ചില സംഗതികളൊക്കെ ഒരു ഭാഗ്യമായി കിട്ടിയാൽ അള്ളാഹു വലിയ വലിയ അനുഗ്രഹങ്ങൾ നമുക്ക് ചെയ്യും. അള്ളാഹു അതൊക്കെ തുറന്നു കിട്ടാൻ നിങ്ങൾ എല്ലാവരും ആത്മാർത്ഥമായി ദുആ ചെയ്യണം. നമ്മൾ പ്രതീക്ഷിക്കുന്ന മാർഗങ്ങളൊക്കെ തുറന്നാൽ നല്ല അമ്പരചുംബിയായ ഒരു സ്ഥാപനം നിങ്ങൾക്ക് ഇവിടെ ഉണ്ടാകും. അള്ളാഹു സുബ്ഹാനഹു വ തആല അതിനുവേണ്ടി തന്നവരും തരാനുള്ളവരും എല്ലാവർക്കും ഖൈറും ബറക്കത്തും പ്രദാനം ചെയ്യട്ടെ. അതിൽ തരുന്ന എല്ലാവർക്കും അള്ളാഹു സ്വർഗം തരട്ടെ. ഒരു തരി മണലോ സിമന്റോ ഒക്കെ കൊണ്ട് സഹായിച്ച ആരുണ്ടെങ്കിലും അള്ളാഹു അവർക്കൊക്കെ സ്വർഗത്തിൽ അർഹമായ പ്രതിഫലം കൊടുക്കട്ടെ. ദുആ ചെയ്യുന്ന ഒരു സഹോദരി 200 രൂപ, ദുആ ചെയ്യുന്ന ഉമ്മ 200. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം 2 ലക്ഷം. സൂറത്ത് ഫാത്തിഹ 1001, ഇഖ്ലാസ് 2001, ഖദർ 1001, സൂറത്തുൽ കൗസർ 1701, മുത്തനബിക്ക് യാസീൻ 27, ബദരീങ്ങൾക്ക് 23 യാസീൻ, ദിഫായിഷയ്ക്ക് 5 യാസീൻ, വലിയതങ്ങളുപ്പാക്ക് 5 യാസീൻ, ജിയാനി തങ്ങൾക്ക് 5 യാസീൻ, ഫാത്തിമ ബി റളിയല്ലാഹു അൻഹയ്ക്ക് 5 യാസീൻ റളിയല്ലാഹു അൻഹും അജ്മഈൻ. ഇസ്തിഗ്ഫാർ 12001, താജ് സ്വലാത്ത് 170, സ്വലാത്ത് 2 ലക്ഷം. നിയ്യത്ത് ചെയ്തിട്ടുള്ള കാര്യങ്ങൾ നിറവേറണം. അള്ളാഹു സ്വീകരിക്കട്ടെ, കബൂലാക്കട്ടെ. അപ്പൊ എല്ലാവരും ഈ സ്വലാത്ത് ഇൻഷാ അല്ലാഹ് അറിഞ്ഞില്ലെങ്കിലും കറക്റ്റ് മാസാവസാനം എത്താൻ ശ്രമിക്കുക. അള്ളാഹു അർഹമായ പദവി നമുക്കൊക്കെ തരട്ടെ. ഇത് നമ്മുടെ ഇതിപ്പോ ഈ സ്വലാത്ത് വലിയ പരസ്യം ഒന്നുമില്ലാതെ ആരെയും അറിയിക്കാതെ ഒക്കെ നമ്മൾ നടക്കുകയാണ്. ഇതൊരു കുടുംബം പോലെ, സ്വലാത്ത് കുടുംബം പോലെ. അള്ളാഹു ഇങ്ങനെ തന്നെ സ്വർഗത്തിലെത്താൻ നമുക്കൊക്കെ ഭാഗ്യം തരട്ടെ. എല്ലാവർക്കും ഒരുപാട് വിഷമങ്ങളുണ്ട്, പ്രയാസങ്ങളുണ്ട്. ഒരുപാട് പൊട്ടിക്കരച്ചിലൂടെ നമ്മളോട് ദുആ കൊണ്ട് വസിയത്ത് ചെയ്തവരുണ്ട്. ഒരുപാട് പേര് ഇപ്പൊ തന്നെ ഞാനിപ്പോ കഴിഞ്ഞ ദിവസം വെയിലാകുമ്പോ ജോലിയില്ലാതെ വലയുന്ന എത്രയോ പേര്, അത് പണമുള്ളവനും പണമില്ലാത്തവനും ഒക്കെ. അതോടൊപ്പം ഈ ഗൾഫിന്റെ പൈസ ഇങ്ങോട്ട് വരുമ്പോ ഒരു ബോധവും ഇല്ലാത്ത കുറെ ഉമ്മമാരുണ്ട് ഇവിടെ. നമ്മളൊന്ന് ആലോചിച്ച് നോക്കണം. ഒരു 10 കൊല്ലം മുമ്പ് ഞാൻ അന്ന് അബൂദാബിയിൽ ഇങ്ങനെ ഇരിക്കുന്ന സമയത്ത് താഴെ ഒരു സഹോദരൻ വന്നിട്ട് എന്നോട് പൊട്ടിക്കറിഞ്ഞൊരു കാര്യം എന്താ അറിയോ? അയാൾക്ക് അന്ന് 600 ദിർഹംസാ ശമ്പളം. എൻ്റെ വീട്ടിൽ ഭാര്യയുണ്ട്, 2-3 മക്കൾ, ഏകദേശം ഡിഗ്രി ലെവലൊക്കെ ആയി. അവർക്ക്, എൻ്റെ ഭാര്യയ്ക്കാണെങ്കിൽ അവരുടെ കുടുംബക്കാർക്ക് മാത്രം പൈസ ഇങ്ങനെ കൊടുത്തുകൊണ്ടിരിക്കണം. കല്യാണം മറ്റും വരുമ്പോൾ ഓരോ മാസവും 4000, 5000 ഒക്കെ ഇങ്ങനെ വരണം. വന്നില്ലെങ്കിൽ നിങ്ങൾക്ക് ഇവിടെ എന്താ പണി? വേറെ പെണ്ണ് കെട്ടിയ നിങ്ങൾക്ക് അവിടെ കിടന്ന് ചത്തൂടെ? ഇതൊക്കെ ആ ഗൾഫിൽ വിളിച്ച് ചോദിക്കുക. പാവപ്പെട്ടം പറയാണ്, തങ്ങളെ രാവിലെ ഞാൻ ഒരു മുട്ട പൊരിച്ചിട്ട് ഒരു അപ്പോൾ എനിക്ക് പൈസ വേണ്ട, ഉസ്താദ് എന്തെങ്കിലും ഭക്ഷണം വാങ്ങിച്ചെന്നാൽ മതി. സാധാരണ പൈസയ്ക്ക് വേണ്ടി ആളുകൾ ഇങ്ങനെ കാണിക്കാറുണ്ട്. പക്ഷെ അവിടെ വെച്ച് പറയാണ് പൈസയും വേണ്ട. ആളുകളും അവിടെ ഉണ്ട്. അതുകൊണ്ട് ലൈവിലൂടെ ആയാലും അല്ലാതെ ആയാലും ചില കുടുംബങ്ങൾ അത് ശ്രദ്ധിക്കേണ്ടിയിരിക്കുന്നു. അള്ളാഹു മനസ്സിലാക്കാൻ ഭാഗ്യം തരട്ടെ. അവരുടെ ഉറക്കം പോലും ഇല്ലാതെയാണ് പാവങ്ങൾ കഷ്ടപ്പെടുന്നത്. അള്ളാഹു സ്വീകരിക്കട്ടെ. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അല്ലാഹുമ്മ സ്വല്ലി അലാ സയ്യിദിനാ മുഹമ്മദ് വഅലാ ആലി സയ്യിദിനാ വമൗലാനാ മുഹമ്മദ്. റഹ്മാനായ രാജ സയ്യിദായ മലക്കുൽ ജബ്ബാറായ അല്ലാഹ്, ഞങ്ങളോട് സ്വലാത്തുകളൊക്കെയും മദീനയുടെ മണവാള ഹബീബ് റസൂലുള്ളാഹ്
മരണപ്പെട്ടു പോയവർ ഞങ്ങളുടെ ഉസ്താദുമാര് മശായിഖന്മാര് സർവ്വയുടെ ഹളറാത്തുകളിലും എത്തിക്കണേ അല്ലാ. അവർക്കൊക്കെ മഗ്ഫിറത്തും റഹ്മത്തും നൽകണേ തമ്പുരാനെ, ദറജയേറ്റി കൊടുക്കണേ അല്ലാ. എല്ലാവിധமான സമാധാന ശാന്തിയുടെ സ്വർഗീയ അനുഭൂതികളെ ആസ്വദിക്കാനുള്ള തൗഫീഖ് കൊടുക്കണേ അല്ലാ. പടച്ച റബ്ബേ, ആ മഹത്തുക്കളുടെ ബറക്കത്ത് കൊണ്ട് ഞങ്ങളിൽ ബറക്കത്ത് നൽകണം റഹ്മാന്, ഞങ്ങളിൽ ശാന്തി നൽകണം തമ്പുരാന്, ഞങ്ങളിൽ സമാധാനം നിറക്കണം തമ്പുരാന്. ഒരുമയുള്ള കുടുംബമാകണേ അല്ല, സന്തോഷമുള്ള ഇമ്പമാർന്ന കുടുംബങ്ങളാക്കണേ തമ്പുരാന്. അല്ലാഹുവേ, ഞങ്ങളുടെ കുടുംബങ്ങളില്, കൂട്ടുകുടുംബങ്ങളിലും, മക്കളിലും, ഭാര്യമാരില്, അല്ലാഹുവേ, ഞങ്ങളുടെ ഇണകളിലോ ഞങ്ങളുടെ കുടുംബങ്ങളിൽ എന്തല്ല ഏതെല്ലാം വിഷമങ്ങളാ, പ്രയാസങ്ങളാ, ഭിന്നിപ്പുകളാ, രോഗങ്ങളാ, ബുദ്ധിമുട്ടുകളാണൊക്കെയും മാറ്റിത്തരണേ അല്ലാ, മാറ്റിത്തരണേ അല്ലാ. ഞങ്ങളുടെ മക്കളെ സ്വാലിഹീങ്ങളാക്കണേ തമ്പുരാന്, സ്വാലിഹീങ്ങളാണ് മക്കളാക്കണേ അല്ലാ. ദുനിയാവിലും ആഖിറത്തിലും ഞങ്ങൾക്ക് ഉപകാരപ്പെടുന്ന, അല്ലാഹുവേ, നിന്റെ മുത്തിന് വിവരിക്കപ്പെടുന്ന നല്ല മക്കളാക്ക് തമ്പുരാന്. സ്വാലിഹീങ്ങളാണ് മക്കളെ ഞങ്ങൾക്ക് തരണേ അല്ലാ. പടച്ചവനെ, മക്കളില്ലാത്തവർക്ക് നല്ല മക്കളെ കൊടുക്കണേ തമ്പുരാന്. സ്വലാത്തിന്റെ അത്ഭുതങ്ങൾ ആസ്വദിക്കാനുള്ള ഭാഗ്യം നൽകണേ തമ്പുരാന്. മുടങ്ങാതെ സ്വലാത്തിൽ വരുന്ന ഒരാളെയും കൈവിടല്ല അല്ലാ, കൈവിടല്ല അല്ലാ, കൈവിടല്ല അല്ലാ. പടച്ച റബ്ബേ, സ്വാലിഹാന സന്താനങ്ങളെ കൊണ്ടവർക്ക് തൗഫീഖ് നൽകണേ തമ്പുരാന്. അവർക്ക് ആനന്ദം നൽകണേ റഹ്മാന്. ജീവിതത്തിന്റെ സായുജ്യമാക്കണേ അല്ലാ. അല്ലാഹുവേ, നിങ്ങളുടെ ജീവിതത്തിന്റെ വരുമാന മാർഗത്തിനായി ഏതല്ലാ മാർഗങ്ങളാണ്, ഉറവിടങ്ങളാണ് നീ ഞങ്ങൾക്ക് തുറന്നു തന്നത്, അതിനെല്ലാം ബറക്കത്ത് വീതിയാക്കി തരണേ അല്ലാ. എല്ലാവിധ ഖൈറിന്റെ ബറക്കത്തിന്റെ, ശാന്തിയുടെ, സമാധാനത്തിന്റെ, ഐശ്വര്യത്തിന്റെ, അനുഗ്രഹത്തിന്റെ, വർദ്ധനവിന്റെ കവാടങ്ങള് തുറന്നു തരണേ അല്ലാ. പടച്ചവനെ, എല്ലാവിധ നാശങ്ങള്, കുരന്തരങ്ങള്, കൊടുത്തിരുമ്പുകള്, അല്ലാഹുവേ, സിഹറുകള്, ശൈത്വാനിയത്തുകള്, എല്ലാവിധ കുടുക്കുകളെ തൊട്ടും ഞങ്ങളെ കാത്തോണ തമ്പുരാന്. സംരക്ഷണം തരണ തമ്പുരാന്. ഞങ്ങളുടെ ഉള്ളും പറവും എന്തെല്ലാ രോഗങ്ങളാണ്, ശൈത്വാനിയാകാ, റുഹാനിയത്താകാ, എല്ലാം താമാണ് ശമനം നൽകണമല്ലോ. ഒരു സിഹറും ഞങ്ങളിൽ ബാധിപ്പിക്കല്ല, ഒരു ശൈത്വാനിയത്തും ഞങ്ങൾ രോഗത്തിന് കാരണമാക്കല്ല തമ്പുരാന്. ഇസ്സത്തുള്ള, ഹിമ്മത്തുള്ള, ഈമാനുடைய മുത്തഖീങ്ങൾ ഉൾപ്പെടുത്തണം തമ്പുരാന്. ഈ ശബ്ദത്തിനാരെല്ലാം ഇവിടെ ഒന്നെല്ലാം ആമീൻ പറയണവരുണ്ടോ, അവിടെയൊക്കെ മനസ്സിന്റെ മുറാദുകൾ, ആവശ്യങ്ങൾ അറിയുന്നോന് നീയാ. പടച്ചവനെ, പരിഗണിക്കണേ അല്ലോ. സ്വലാത്ത് നൽകണേ തമ്പുരാനെ. എല്ലാ മാസവും ഈ സ്വലാത്തിനായി സഹകരിക്കുന്ന, സഹായിക്കുന്ന, ഒരു നിമിഷമെന്ന് വന്നിരിക്കാൻ ആശയോടെ ഓടി വരുന്നവര്, അല്ലാഹുവേ, ആ മനസ്സിലൊക്കെയുള്ളത് മരിക്കണതിന് മുമ്പൊരിക്കലെങ്കിലും മദീനയുടെ മണവാളനാ, ഞങ്ങളുടെ ഹൃദയത്തിന്റെ മാറനാ, സയ്യിദുൽ വറാ ത്വഹ മുഹമ്മദുർ റസൂലുള്ളാഹ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ മതിവരിവോളം ഒന്ന് കാണാറുള്ള കൊതിയാണ് ഞങ്ങൾക്കും അവർക്കും ഭാഗ്യമാക്കി തരണേ അല്ലാ. ആ മുത്തിനെ കാണാൻ തൗഫീഖ് നൽകണേ തമ്പുരാന്. ഒരുപാട് ഒരുപാട് ഇനിയും ഭാഗ്യമാക്കണേ തമ്പുരാന്. അല്ലാഹുവേ, പരിശുദ്ധമായ ഹജ്ജിനായി, അല്ലാഹുവേ, പരിശുദ്ധമായ കഅബാലയത്തിലാ ഞങ്ങളുടെ പ്രിയമുള്ളവരോടി വരുന്നുണ്ട് തമ്പുരാന്. അല്ലാഹുവേ, കഅബാലയത്തിൽ ഹജ്ജിനായി വരുന്നവർ, ഉംറയ്ക്കായി വരുന്നവർ, നിന്റെ അതിഥികളാണല്ലോ അല്ലാ. ആ അതിഥികളെ മാനിച്ച് പരിഗണിക്കണേ തമ്പുരാന്. ദുആകളെ സ്വീകരിക്കണേ തമ്പുരാന്. ആ ദുആകൾ ഞങ്ങളെ ഓർമ്മിപ്പിക്കണേ തമ്പുരാന്. അനിതര വിദൂര ഭാവിയില്ലല്ലാ ഞങ്ങൾക്കും ഒരു മഖ്ബൂലും മബ്റൂറുമായ ഹജ്ജിനും ഉംറയ്ക്കും അല്ലാഹ്. പടച്ചവനെ, മർളിയായ ഹബീബ് റസൂലുള്ളാഹ്, ആ
അവിടെ നന്ദിയുറങ്ങുന്ന എപ്പോ നോക്കിയാലും കണ്ണിനാനന്ദമുള്ള ആ ഹുബ്ബത്തുന്നു ഖലറാ തമ്പുറക്ക് കാണാനും ആ ഓരത്ത് എന്ന ഹബീബ് റസൂലുള്ളാഹ്. ഓ മുത്തുനബിയേ, എല്ലാ മാസവും അങ്ങ് വിദൂരത്തുള്ള ഇന്ത്യയുടെ ഒരു ഒരൊഴിഞ്ഞ വീടിലുള്ള അസീസിയാകുന്ന ഓരത്ത് അല്ലാഹുവിന്റെ റസൂലിന്റെ സ്വലാത്തിന്റെ മജ്ലിസില് മാസം തോറും ഇടപെടലില്ലാതെ മുടങ്ങാതെ പങ്കുകൊള്ളുന്ന സാധുവാണ് ഞാനിതാ അവിടുത്തെ ഓരത്ത് വരുന്നു നബിയേ എന്ന് പറഞ്ഞു മുത്തുനബിയോട് ഹൃദയം പൊട്ടി ഒരു സലാം പറയാ. ഞങ്ങൾക്കൊക്കെ നീ തൗഫീഖ് നൽകണേ തമ്പുരാനേ. അവിടുത്തെ ബറക്കത്ത് കൊണ്ട് ഞങ്ങൾക്ക് എന്തെല്ലാം വിഷമങ്ങളാണ്, പ്രയാസങ്ങളാണ്, ദുരിതങ്ങളാണ്, ദുരന്തങ്ങളാ മാറ്റിത്തരണല്ല. ഒരു മാറാരോഗങ്ങളും ഒരു പകർച്ചവേദിയും ഞങ്ങളെ സ്പർശിപ്പിക്കല്ല അല്ല. ഈ നാട്ടിൽ ബറക്കത്ത് നൽകണമല്ല. ഈ നാട് സുന്നത്ത് ജമാഅത്തിന്റെ നാടാക്കണമല്ല. ഈ നാട് വല്ല ഇസ്സത്തുള്ള ശാന്തിയുടെ നാടാക്കണമല്ല. ഒരുമയുള്ള നാടാക്കണമല്ല. ഒരുമയോടെ സ്വലാത്തെടുത്ത്, ഒരുമയോടെ കുത്തുബിയത്തോടെ, ഒരുമയോടെ ദിക്റുചൊല്ലി, ഒരുമയോടെ പൊട്ടിക്കരഞ്ഞ് പരസ്പരം സന്തോഷത്തോടെ ദുആ ചെയ്യുന്ന ഒരുമയുടെ നാടാക്കണമല്ല. ഞങ്ങളുടെ അമലുകൾ നിസാര വിഷയങ്ങൾ കൊണ്ട് പൊളിപ്പിച്ചു കളയുന്ന ദുനിയാവിന്റെ ഇബ്ലീസിന്റെ കൂട്ടുകാരായ കള്ളന്മാരെ കയ്യിൽ ഞങ്ങളെ ഈമാൻ കൊണ്ട് കൊടുക്കല്ല തമ്പുരാൻ. ഞങ്ങളെ സലാമത്താക്കി നിർത്തണ അല്ലോ. മരിക്കുപോലെ സ്വലാത്ത് എല്ലാനും മുത്തുനബിയെ കണ്ടു മരിക്കാറ്. അങ്ങനെ മുത്തുനബിയെ കണ്ടു മരിച്ച് മരണവേദന മറന്നുകൊണ്ട് പരിശുദ്ധമായ കലിമത്ത് തൗഹീദ് ആവേശത്തോടെ ഉച്ചരിച്ചുകൊണ്ട് അല്ലാഹുവേ നിന്നിലോട്ട് മടങ്ങി വരാ. ഈ ദുനിയാവിന്ന് വിട പറയാതെ നീ ഭാഗ്യം കൊടുക്കുന്ന ശിലാപൂർവം ചില മഹത്തുക്കളെ പോലെ, ആരിഫീങ്ങളെ പോലെ പടച്ചവനെ വിടാതെ സ്വലാത്തിൽ പങ്കുകൊള്ളണ ഞങ്ങളെ. ഈ സാധുക്കളാണ് ഉമ്മമാര്, സഹോദരങ്ങളെയും ഉൾപ്പെടുത്തണമല്ല. ഞങ്ങളുടെ ഭവനങ്ങൾ ബറക്കത്തുള്ളതാക്കല്ല. ഞങ്ങളുടെ ഇണകൾ ബറക്കത്തുള്ളതാക്കല്ല. സന്താനങ്ങൾ ബറക്കത്തുള്ളതാക്കല്ല. സമ്പത്തുകൾ ബറക്കത്തുള്ളതാക്കല്ല. വാഹനങ്ങൾ ബറക്കത്തുള്ളതാക്കല്ല. എല്ലാവിധ ഖൈറും തരണേ. എല്ലാവിധ ഇടങ്ങേറുകളും ഞങ്ങളിൽ നിന്നും തടയണേ അല്ലാ. അപകടങ്ങളെ തൊട്ട് കാത്തോണ് അല്ലാ. ഒരാളിലും പലരും ചതിയുടേതായ കെണിവലകളുമായി പല ഭാഗത്തും ഞങ്ങൾക്ക് വേണ്ടി കാത്തിരിക്കണോരുണ്ടല്ലോ തമ്പുരാൻ. ആ കെണിവലകളെ പൊട്ടിച്ചെറിയാറുള്ള തൗഫീഖ് തരണേ അല്ലാ. ആ കെണിവലകളിൽ പെടാതെ ഇസ്സത്തോടെ അറിയിച്ചുകൊണ്ട് ഈ സമുദായത്തിന്റെ പല നേതൃത്വങ്ങളിൽ അല്ലാഹുവേ ഇഖ്ലാസോടെ പ്രവർത്തിക്കാനുള്ള ഭാഗ്യം ഞങ്ങൾക്ക് തരണേ അല്ലാ. പ്രവർത്തിക്കുന്ന മേഖലകളിൽ വിജയവും ബറക്കത്തും റാഹത്തും ഇഖ്ലാസും വേണ്ടുവോളം തരണേ അല്ലാ. ആയിരക്കണക്കിനാണ് ഉലമാക്കൾ അല്ലാഹുവേ സാധുവിനെ കോരുമ്പോ പൊട്ടിക്കരഞ്ഞു ദുആ കൊണ്ട് വസിയ്യത്ത് ചെയ്യുന്നവരാ. എല്ലാവരെയും ദുനിയാവും ആഖിറവും വിജയിക്കുന്ന യഥാർത്ഥ ഉഖറവിയായ ഉലമാക്കൾ പെടുത്തണേ റഹ്മാനേ. اللهم اجعل جمعنا هذا جمعا مرحوما وتفرقنا من بعده تفرقا معصوما ولا تجعل اللهم منا ولا فينا ولا معنا شقيا ولا مطرودا ولا محروما آمين برحمتك يا أرحم الراحمين والحمد لله رب العالمين صلى الله عليه وسلم. അടുത്തത് ജൂൺ 30 ജൂൺ 30 അള്ളാഹു സ്വീകരിക്കട്ടെ. എല്ലാവരും ദുആ ചെയ്യണേ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. അവിടെ ഉദയുണ്ട് കേട്ടോ. ആരെങ്കിലും ഷെയർ കൊടുക്കണമെങ്കിൽ കൊടുക്കാം ഇൻഷാ അല്ലാഹ്. ഒരു ഷെയർ 10,000 രൂപ.